ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്ന അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമതാവളങ്ങൾ തുറന്നുകൊടുത്തതിന് പിന്നാലെ ബ്രിട്ടന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്. എന്നാൽ ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാൻ തങ്ങളുടെ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്ന ശക്തമായ മറുപടിയുമായി ബ്രിട്ടീഷ് സർക്കാരും രംഗത്തെത്തി. ഇറാൻ ശക്തമായ താക്കീത് നൽകിയതോടെ ബ്രിട്ടനിൽ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി ഉറപ്പുവരുത്താൻ പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം സൈന്യത്തിന് നിർദ്ദേശം നൽകി. സ്വന്തം രാജ്യത്തും വിദേശത്തുമുള്ള ഇംഗ്ലീഷ് താൽപര്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ റോയൽ നേവി, ബ്രിട്ടീഷ് ആർമി, റോയൽ എയർഫോഴ്സ് എന്നിവ സജ്ജമാണെന്ന് ബ്രിട്ടീഷ് സർക്കാർ വക്താവ് വ്യക്തമാക്കി. ബ്രിട്ടനെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഞങ്ങളുടെ സായുധ സേന പൂർണ്ണ സജ്ജമാണ്. അത്യാധുനിക സംവിധാനങ്ങളും പ്രതിരോധ മാർഗങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനമാണ് രാജ്യം നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. നാറ്റോ സഖ്യകക്ഷികളുമായി ചേർന്ന് മേഖലയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ബ്രിട്ടീഷ് സർക്കാർ വക്താവ് വ്യക്തമാക്കി. പ്രാദേശികമായ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി അമേരിക്കയ്ക്ക് ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന നിലവിലുള്ള കരാർ പുതുക്കുന്നതിനായി കഴിഞ്ഞ ആഴ്ചയാണ് ലണ്ടൻ ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇറാൻ പ്രകോപിതരാവുകയും ബ്രിട്ടന് നേരെ മുന്നറിയിപ്പുമായി രംഗത്ത് വരികയും ചെയ്തത്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും അവിടുത്തെ മിസൈൽ കേന്ദ്രങ്ങളെ നിർവീര്യമാക്കാനുമുള്ള യുഎസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ കരാറിന് കീഴിൽ വരുന്നതെന്ന് ബ്രിട്ടീഷ് സർക്കാർ വിശദീകരിക്കുന്നു. ഇറാന്റെ ഭാഗത്തുനിന്നും ഭീഷണി ഉണ്ടായെങ്കിലും തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി സ്വന്തം ജനങ്ങളെയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. അതേസമയം ഈ തർക്കങ്ങളും സംഘർഷങ്ങളും കൂടുതൽ വ്യാപിച്ച് മേഖലയിൽ വലിയൊരു യുദ്ധത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്നും UK വ്യക്തമാക്കുന്നു. US ബോംബർ വിമാനങ്ങൾക്ക് താവളമൊരുക്കിയ ബ്രിട്ടന്റെ നീക്കത്തോടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് വ്യോമതാവളങ്ങൾ തുറന്നു നൽകിയ ബ്രിട്ടന്റെ നടപടി മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന നീക്കങ്ങൾക്കെതിരെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് നൽകിയ കടുത്ത മുന്നറിയിപ്പ് മേഖലയിൽ ഒരു വൻ യുദ്ധത്തിന്റെ ഭീതി വാനോളം ഉയർത്തുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളും സഖ്യകക്ഷി ബന്ധങ്ങളും ചൂണ്ടിക്കാട്ടി ബ്രിട്ടൻ സൈനിക സജ്ജത ഉറപ്പാക്കുമ്പോഴും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയും കപ്പൽ ഗതാഗത സംരക്ഷണവുമാണ് ലക്ഷ്യമെന്ന് ബ്രിട്ടൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ നീക്കം മേഖലയിലെ വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക ശക്തമാക്കുന്നുണ്ട്. നാറ്റോ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ സാഹചര്യം നേരിടാൻ ലണ്ടൻ ഒരുങ്ങുമ്പോൾ പ്രകോപനങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു ദീർഘകാല യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നത് വ്യക്തമാണ്.